ജയ് മോഹൻജി. വിശുദ്ധിയുടെ ശക്തി. അധ്യായം 3. ആത്മാവബോധവും ആത്മവികാസവും. ഒരു കത്തിന് മറുപടിയായുള്ള വിശദീകരണം. നിങ്ങൾ ദൈവമാണെന്ന് ബുദ്ധിപരമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അനുഭവത്തിലൂടെ അറിഞ്ഞിട്ടുണ്ടോ? ബുദ്ധി അഹംബോധത്തെപ്പോലെ തന്നെ പലപ്പോഴും ഒരു പ്രതിബന്ധമാണ്. അഹംബോധമാണ് വാദപ്രതിവാദങ്ങളുടെ മൂലം. ഫാദർ അന്തോണി ഡിമെല്ലോ പറയുന്നു, തൻ്റെ ബുദ്ധിയെക്കുറിച്ച് അഹങ്കരിക്കുന്നവൻ തൻ്റെ ജയിലറയെക്കുറിച്ച് അഭിമാനിക്കുന്ന ജയിൽ പുള്ളിയെ പോലെയാണ്. അറിവ് ഉയർന്ന വികാസത്തിലേക്കുള്ള ഒരു മാർഗമാകണം, അല്ലെങ്കിൽ അത് ഉപയോഗശൂന്യമാണ്. ഒരു ഭാരം മാത്രമാണ്. അത് അഹങ്കാരത്തെ വളർത്തുന്നു. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അസ്തിത്വത്തിൻ്റെ വളരെ ഉയർന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആ അസ്തിത്വം ബുദ്ധി കൊണ്ട് അറിയാവുന്നതിനതീതമായി ബുദ്ധിശക്തിക്ക് പരിമിതികൾ ഉണ്ട്. പുസ്തകജ്ഞാനം കൃത്രിമമായ സന്തോഷവും ഔന്നത്യവും നൽകുന്നു. നിങ്ങൾ ദൈവമാണെന്ന് അത് പറയുകയും ചെയ്യും. അത് അനുഭവത്തിലൂടെ അറിയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ആരാണ് തിന്നുകയും കുടിക്കുകയും ഉറങ്ങുകയും മറ്റും ചെയ്യുന്നത്? ദൈവമോ ആത്മാവോ ശരീരത്തോടു കൂടിയ വസ്തുവായ നിങ്ങളോ? സിദ്ധാന്തത്തെ മാറ്റി നിർത്തൂ. ആ അവസ്ഥ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ആ സ്ഥിതിയെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? വാക്കുകളും പുസ്തകജ്ഞാനവും ബുദ്ധിപരമായ ഔന്നത്യം മാത്രമേ നൽകുകയുള്ളൂ. അനുഭവജ്ഞാനമാണ് ആത്മീയമായ ഔന്നത്യത്തിലേക്ക് കൊണ്ടുപോവുക. അതുകൊണ്ടാണ് അനുഷ്ഠാനങ്ങൾ പലപ്പോഴും പ്രയോജനപ്പെടാതെ പോകുന്നത്. അവ ബോധപൂർവമല്ലാത്ത ആവർത്തനങ്ങൾ മാത്രമായി തീരുന്നു. ആത്മാവബോധം ബുദ്ധിപരമായ അവബോധത്തേക്കാൾ വളരെ മീതെയാണ്. അത് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അതീതമാണ്. സാധാരണയായി ആ അവസ്ഥയിൽ നിങ്ങൾ നട്ടെല്ലിലും മൂന്നാം കണ്ണിലും ശ്രദ്ധയുള്ളവരായിരിക്കും. ഇത് എല്ലാ ഞരമ്പുകൾക്കും അയവ് വരുത്തും, നിങ്ങളെ പൂർണ്ണമായ സമാധാനത്തിൽ നിലനിർത്തും. ആത്മവികാസം ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തമല്ല. അത് സാഹചര്യങ്ങൾക്ക് യോജിച്ചതാക്കുകയോ നിലനിൽപ്പിനു വേണ്ടി മാറ്റുകയോ ചെയ്യലല്ല. ആത്മീയ അവബോധം സത്യത്തെ, ശാശ്വതമായ സത്യത്തെക്കുറിച്ചുള്ള അവബോധമാണ്. അജ്ഞത ഉള്ളിടത്തോളം കാലം ദ്വിത്വം നിലനിൽക്കും. അജ്ഞാനത്തിൻ്റെ പൂർണ്ണമായ ഉന്മൂലനം എന്നാൽ ആത്മസാക്ഷാത്കാരമാണ്. നിങ്ങളും പരമപിതാവും ഒന്നാണ് എന്ന അറിവല്ല. ഓരോ ബിന്ദുവിലും നിങ്ങൾക്ക് ആ ഏകത്വം അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ, നിങ്ങൾ ഓരോ നിമിഷവും അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിശബ്ദത ഉണ്ടായിരിക്കും. അസ്തിത്വം അഥവാ അകർമ്മത ഉണ്ടായിരിക്കും. എല്ലാ പ്രവൃത്തികളും കർമ്മയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും. ഇത് ആത്മവികാസത്തിൻ്റെ ലക്ഷണമാണ്. ക്ഷേത്രവും, അതായത് ശരീരം, ക്ഷേത്രജ്ഞനും ആത്മാവും ഒന്നായി തീരുന്നു. ഇത് സദാശിവഭാവം അല്ലെങ്കിൽ നിത്യമായ പരമാനന്ദാവസ്ഥ ആകുന്നു. പ്രാരബ്ധം മാറ്റാൻ കഴിയുകയില്ല. നിങ്ങൾ ഭൂമിയിലേക്ക് വന്നപ്പോൾ കൂടെ കൊണ്ടുവന്ന ആദിമ കർമ്മ പരിപാടിയാണ് അത്. അതാണ് ഈ ശരീരം എടുക്കുവാനായി നിങ്ങൾ ഉപയോഗിച്ചത്. സാധന കൊണ്ട് അല്ലെങ്കിൽ തപസ് കൊണ്ട് അതിൻ്റെ സാന്ദ്രത കുറയ്ക്കുക സാധ്യമാണ്. വർത്തമാനത്തിൽ നിന്നുകൊണ്ട് ഭാവിയെ നിർണയിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. പ്രാരബ്ധമാണ് എല്ലാ ജന്മങ്ങൾക്കും കാരണം. നിങ്ങളുടെ കത്തിനെക്കുറിച്ച്. നിങ്ങൾ മിക്കവാറും നിങ്ങളുടെ ആശയം സ്ഥാപിക്കുവാൻ ശ്രമിക്കുകയാണ്, ഉത്തരങ്ങൾ തേടുകയല്ല എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ആശയവിനിമയം നിങ്ങൾക്കോ എനിക്കോ പ്രയോജനപ്പെടുകയില്ല. ബുദ്ധിപരമായ വാദപ്രതിവാദങ്ങൾ അഹംഭാവത്തിൻ്റേതാണ്. ഇതിലാരും ജയിക്കുന്നില്ല. നിങ്ങൾ സ്വാഭിപ്രായം ഉള്ളവനാണ് എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് നിങ്ങളുടെ ആത്മീയ പുരോഗതിക്ക് സഹായകമാകുന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ സന്തോഷമാകും. അതേക്കുറിച്ച് തർക്കിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ജ്ഞാനം പകർന്നു കൊടുക്കുക. അത് പലർക്കും പ്രയോജനം ചെയ്യുമെന്ന് എനിക്കുറപ്പുണ്ട്. എൻ്റെ അഭിപ്രായം ആരായാതെ തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതിന് ആരുടെയും സമ്മതം ആവശ്യമില്ല. ഉണ്ടോ? സമ്മതം തേടുക എന്നത് പലപ്പോഴും അരക്ഷിതത്വത്തിൻ്റെ ലക്ഷണമാണ്. ഒരു കഥ പറയാം.
ഒരു പണ്ഡിതൻ ഒരു സെൻ ഗുരുവിനെ കാണുവാൻ പോയി. അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള തിടുക്കത്തിൽ ആയിരുന്നു. വൃദ്ധനായ ഗുരു പറഞ്ഞു, നമുക്ക് ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചായ കുടിക്കാം. അദ്ദേഹം അതിഥിക്ക് ഒരു ഒഴിഞ്ഞ കപ്പ് കൊടുത്തു. അതിലേക്ക് ഒരു മൊന്തയിൽ നിന്ന് ചായ ഒഴിക്കുവാൻ തുടങ്ങി. കപ്പ് നിറഞ്ഞ് അടിയിലുള്ള സോസറിലേക്ക് ചായ ഒഴുകുവാൻ തുടങ്ങി. ചായ താഴെ തറയിൽ വീഴുവാൻ തുടങ്ങി. എന്നിട്ടും അദ്ദേഹം ഒഴിച്ചുകൊണ്ടിരുന്നു. അതിഥി ഗുരുവിനോട് പറഞ്ഞു, സർ, ചായ നിറഞ്ഞു ഒഴുകുകയാണ്. ഗുരു പറഞ്ഞു, നിറഞ്ഞ കപ്പാണെങ്കിൽ പിന്നെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? കാര്യം ഇതാണ്, നിങ്ങൾക്ക് മാർഗോപദേശം വേണമെങ്കിൽ അതിനായി നിങ്ങളുടെ ഉള്ളിൽ കുറച്ച് ഒഴിഞ്ഞ സ്ഥലം വേണം. നിങ്ങൾ ഒരു നിറഞ്ഞ കപ്പുമായി വരികയാണെങ്കിൽ എന്താണ് പ്രയോജനം? ജ്ഞാനം മുഴുവൻ പുറത്തേക്ക് ഒഴുകിപ്പോകും. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനോ നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുവാനോ എനിക്ക് കഴിവില്ല എന്ന് നിങ്ങൾ കരുതിയാലും തരക്കേടില്ല. ചോദ്യം ചോദിക്കാതിരിക്കുന്നതിന് അത് ഒരു നല്ല കാരണവുമാണ്. കളങ്കമില്ലാത്ത ഒരു അന്വേഷകനും തൻ്റെയോ മറ്റുള്ളവരുടെയോ ജ്ഞാനത്തെ പരീക്ഷിക്കുവാൻ വരുന്ന ഒരാളും ഒരു യഥാർത്ഥ അന്വേഷകൻ സൂചന മനസ്സിലാക്കി വികാസം നേടുന്നു. മറ്റേയാൾ നിന്നിടത്ത് തന്നെ നിന്നു പോകുന്നു. അയാൾ മറ്റുള്ളവരുടെ വാക്കുകളെ ആധാരമാക്കി ജ്ഞാനം സമ്പാദിച്ചു കൂട്ടുകയും നിന്നിടത്തു തന്നെ നിൽക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ജ്ഞാനം അഹംഭാവം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് അയാളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉപകരിക്കുകയില്ല. എനിക്ക് അറിയുന്നത് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ അറിവ് മറ്റുള്ളവരുമായി പങ്കിടണമെന്നുണ്ടെങ്കിൽ തൻ്റേതായ മാർഗങ്ങൾ ഉപയോഗിച്ച് തൻ്റേതായ രീതിയിൽ അത് പകർന്നു കൊടുക്കുക. ആരാണ് നിങ്ങളെ തടയുക? നിങ്ങൾക്ക് വാസ്തവമായി വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായി ചോദിക്കുക. ഞാൻ മറുപടി പറയാം. എനിക്ക് ഓരോ ദിവസവും വളരെ കത്തുകൾ കിട്ടുന്നുണ്ട്. ആത്മീയ വിഷയകമായവ മാത്രമല്ല, ജീവകാരുണ്യ പ്രവർത്തനം, ധ്യാന കൂട്ടായ്മ എന്നിവ സംബന്ധിച്ചും ഔദ്യോഗികമായും മറ്റു തരത്തിലുള്ളവയുമായിട്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ സമയം കഴിയുന്നത്ര കൃത്യമായും സ്വാർത്ഥകമായും ഉപയോഗിക്കേണ്ടതുണ്ട് എന്നത് സ്വാഭാവികം മാത്രമാണ്. ഇത് നിങ്ങളുടെ വികാരങ്ങളെ മുറിപ്പെടുത്തുവാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. സസ്നേഹം, മോഹൻജി. വെല്ലുവിളികൾ. ചോദ്യം: ആത്മീയതയുടെ മാർഗത്തിൽ അഹംബോധത്തെ കൂടാതെ കൈകാര്യം ചെയ്യുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണ്? ഉത്തരം: അത് പ്രതീക്ഷയാണ്. പ്രതീക്ഷയാണ് മനസ്സ് മുറുകെ പിടിക്കുന്ന ഏറ്റവും വലിയ അപരാധം. അത് അത്ര സൂക്ഷ്മമാണ്. അത് ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞെന്ന് വരില്ല. കോപം, ഭയം, വിദ്വേഷം മുതലായ എന്തിനേയും നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരും. എന്നാൽ നിങ്ങളുടെ പ്രതീക്ഷകളെ കൈകാര്യം ചെയ്യുവാൻ കഴിയാത്തിടത്തോളം വിമോചനം അസാധ്യമാണ്. അതായത്, പ്രവൃത്തികൾക്ക് തക്ക ഫലങ്ങൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന എന്ത് ഫലം കൊണ്ടും തൃപ്തനാകണം എന്ന് അർത്ഥം. അങ്ങേയറ്റം വഴങ്ങുവാൻ കഴിയണമെന്ന് സാരം. ചോദ്യം: എന്നെ അങ്ങയിൽ നിന്ന് അകറ്റുന്നത് എന്താണ്? ചിലപ്പോൾ അങ്ങയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായും ചിലപ്പോൾ വേർപെട്ടിരിക്കുന്നതായും തോന്നുന്നു. ഉത്തരം: നിങ്ങളുടെ ബോധമനസ്സും അതിൻ്റെ സംശയങ്ങളും. മനസ്സ് സംശയങ്ങൾ ഉണ്ടാക്കുന്നു, അത് ആളുകളെ അകറ്റുന്നു. ബന്ധം എല്ലായ്പ്പോഴും ഒന്നു തന്നെയാണ്, എന്നാൽ മനസ്സ് ഒന്നു തന്നെയല്ല. വികാരങ്ങൾ എല്ലായ്പ്പോഴും ഒരേപോലെയല്ല. സമുദ്രം ഒന്നു തന്നെയാണ്, തിരകൾ വ്യത്യസ്തമാണ്. ഇതാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്തത. മനസ്സ് പല കളികളും കളിക്കുന്നു. അത് സംശയങ്ങളും കുഴഞ്ഞ അവസ്ഥയും ചോദ്യങ്ങളും വിശ്വാസരാഹിത്യവും ഉണ്ടാക്കുന്നു. ഇവയെല്ലാം അകൽച്ചയുണ്ടാക്കുന്നു. അഹംഭാവവും അകൽച്ചയുണ്ടാക്കുന്നു. വലിയ അഹംഭാവികൾ സാധാരണയായി ഒറ്റയാന്മാരാണ്. വിനയവും ദയയും ഉള്ളവർ ഒരിക്കലും ഒറ്റയ്ക്കാവുകയില്ല. ദയ ആകർഷിക്കുന്നു, അഹംഭാവം അകറ്റുന്നു. അതുകൊണ്ട് ബന്ധപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിന് അതീതമായി പോയി ഊർജതലത്തിൽ എത്തണം. അവിടെ നിങ്ങളും ഞാനും ഒന്നാകുന്നു. ഒരേ ചൈതന്യം, ഒരേ ആത്മാവ്. ചോദ്യം: ആത്മീയ വളർച്ചയ്ക്ക് പ്രധാന തടസ്സം എന്താണ്?
ഉത്തരം: നമ്മുടെ അനുഭവങ്ങൾ പകരം നൽകി മറ്റുള്ളവരുടെ വാക്കുകളെ സ്വീകരിക്കുന്നത് ആത്മീയ വളർച്ചയെ തടയുന്നു. കൂടെയുള്ള വ്യതിചലനങ്ങൾ മനുഷ്യനെ നിഷ്ക്രിയനാക്കുന്നു. ഏതെങ്കിലും വിധത്തിലുള്ള ബന്ധാവസ്ഥയും ബാധ്യതയും ആത്മീയ വളർച്ചയെ വിഘ്നപ്പെടുത്തുന്നു. ഇതിൽ ശീലങ്ങളും ഉൾപ്പെടുന്നു. എല്ലാത്തിൽ നിന്നും ഉള്ള മോചനമാണ് ലക്ഷ്യം. ഇത് സാധിക്കുവാനായി നാം എങ്ങനെയോ അങ്ങനെ എല്ലാ നന്മകളോടും തിന്മകളോടും പോരായ്മകളോടും കൂടി അംഗീകരിക്കുവാൻ തുടങ്ങണം. നമ്മുടെ അനുഭവങ്ങളെ അവ എങ്ങനെയുള്ളവ ആയാലും കൃതജ്ഞതയോടെ സ്വീകരിക്കുകയും നിർബാധമായി അത് പ്രകാശിപ്പിക്കുവാൻ കഴിയുകയും വേണം. ലോകരെല്ലാം നമ്മെ പരിഹസിച്ചാലും സ്വപ്നജീവി എന്ന് വിളിച്ചാലും തരക്കേടില്ല. സ്വാനുഭവങ്ങൾ വിലപ്പെട്ടതായി കരുതുകയും അവയെ ആദരിക്കുകയും വേണം. അവയെ അതിശയിക്കുവാൻ അവയിലുള്ള വിശ്വാസം അത്യന്താപേക്ഷിതമാണ്. ഈ പറഞ്ഞതിന് നമുക്ക് അവയോട് ബന്ധം വളർത്താം എന്നർത്ഥമില്ല. അത് നമ്മുടെ വ്യക്തിപരമായ അനുഭവമായി അംഗീകരിച്ച് മുന്നോട്ട് പോകണം. ഒരു ഉന്നതനായ ഗുരുവിൽ നിന്നുള്ള അഭിപ്രായമാകുമ്പോഴല്ലാതെ മറ്റുള്ളവരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. നമ്മെ തന്നെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തിൽ നിന്നും വേർപെട്ടു പോകാം. അങ്ങനെ അല്ല എങ്കിൽ എല്ലാത്തിനോടുമുള്ള എതിർപ്പ് നമ്മെ നാം എതിർക്കുന്നവയോടെല്ലാം ബന്ധിക്കും. ഇതാണ് പലപ്പോഴും നമ്മെ നിഷ്ക്രിയരാക്കുന്നത്. എവിടെയാണ് എന്തുകൊണ്ടാണ് തെറ്റു പറ്റുന്നത് എന്ന് നാം അറിഞ്ഞെന്നു വരില്ല. ആഴത്തിൽ അന്വേഷിക്കുക. അപ്പോൾ നിങ്ങൾ എന്തിനോടെങ്കിലും ചെറുത്തു നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ എന്തിനോടോ എതിരായി നിൽക്കുകയാണ്. നാം ഊർജിതമാക്കുന്ന എന്തും നമ്മോടൊപ്പം നിൽക്കുന്നു. നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഇതിൽ പെടും. ബന്ധങ്ങളിൽ നഷ്ടപ്പെടും എന്ന ഭയം കെട്ടുപാടിന് കാരണമാകുന്നു. അത് കാലങ്ങളിലൂടെ അനന്തത വരെ വീണ്ടും ഒരുമിച്ച് ജീവിക്കുവാൻ കാരണമാകത്തക്ക വിധം അത്രയധികം ബന്ധനം ഉണ്ടാക്കുന്നു. പരിചിതമായ ആത്മാക്കൾ തങ്ങളുടെ കർമ്മവാസനകൾ തീർക്കുവാനായി ഒരുമിച്ച് കൂടുന്നു. അവയുടെ അഭിനയവേഷങ്ങളിൽ മാറ്റമുണ്ടാകുമെങ്കിലും അവ ഒരുമിക്കുന്നു. ചുരുക്കത്തിൽ, ഏത് ചിന്തയുടെയും വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും കൂടെയുള്ള വികാരഘടകം നിശ്ചയമായും കർമ്മമായി തിരിച്ചെത്തുന്നു. വികാരഘടകം ഒരു സംഭവത്തെക്കുറിച്ചുള്ള ധാരണയെ ചെയ്തു തീർക്കുവാനുള്ള കർമ്മത്തിൻ്റെ പട്ടികയിലേക്ക് ചേർക്കുന്നു. ഇത് നിങ്ങളുടെ അടുത്ത ജന്മത്തിലെ കാര്യപരിപാടിയായി തീരുന്നു. ഏതെങ്കിലും ചിന്തയോ വാക്കോ പ്രവൃത്തിയോ വികാരങ്ങൾ കൂടാതെ വസ്തുനിഷ്ഠമായി പൂർണ്ണ മനസ്സോടെ ചെയ്യുകയാണെങ്കിൽ കുടിശ്ശിക ഒന്നും ഉണ്ടാവുകയില്ല. ഒരു ജോലി വേണ്ട വിധത്തിൽ ചെയ്തു പൂർത്തിയാക്കി എന്ന സംതൃപ്തിയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. മനസ്സ് അതിൻ്റെ കൂടെ നിൽക്കുകയില്ല. നിങ്ങൾ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞതുകൊണ്ട് മനസ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങളുടെ വർത്തമാനകാലത്തിൻ്റെ കൂടെ ഉണ്ടാകും. കഴിഞ്ഞത് ധർമ്മത്തിൻ്റെ അന്തസ്സിൽ വേണ്ടതുപോലെ ചെയ്തു കഴിഞ്ഞു. താങ്ക് യു. ജയ് മോഹൻജി.